ഹായ് ഓൾ, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറിയുടെ റെസിപ്പിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഇതിനായിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി 6 എടുക്കുക. വലിയ തക്കാളി ആണെങ്കിൽ 4 മതിയാവും. പിന്നെ ചെറിയുള്ളി ഒരു 10 എടുക്കുക. തക്കാളി ഓരോന്നും 8 കഷ്ണങ്ങളായിട്ട് ഡൈസ് ചെയ്ത് വെക്കുക. ചെറിയുള്ളിയും ചെറുതായിട്ട് അരിയണ്ട, ഒരു 1-2 കഷ്ണമായിട്ട് ഓരോ ചെറിയുള്ളിയും ഡൈസ് ചെയ്താൽ മതിയാവും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തൊലിച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി ഒത്തിരി ചെറുതായിട്ടൊന്നും അരിയൊന്നും വേണ്ട, ഓരോന്നും ജസ്റ്റ് 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാൽ മതിയാവും. ഈ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ഉള്ളി മൂക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ശരിക്കും വെളിച്ചെണ്ണയും ചെറിയുള്ളിയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇതിൽ വേറെ ഒരു മസാലയും തന്നെ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു മസാലയും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇടുക. അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരു 3-4 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ ഈ സമയത്ത് വെള്ളം ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലുള്ള വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്ത് വരും. ഇനി തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കുറച്ച് തക്കാളി കഷ്ണങ്ങളാക്കി വെക്കുക, ബാക്കിയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഒരു 2 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് നമ്മളിതിലേക്ക് ഒരു പിഞ്ച് കായം കൂടി ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ആലിയാസ് ലിറ്റിൽ ജോയ്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുപോലെ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.